മ്യൂസിക്. ഇത് കണ്ട് പേടിക്കണ്ട. ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ അവിടെയാണ്. ഞാൻ ലൊക്കേഷൻ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ മുതലെടുക്കണേണ സജി. അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരിക ചെയ്ത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആർക്കും കൊടുക്കരുത്, ഷെയർ ചെയ്യരുത് ഈ നമ്പർ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല, ഇത് മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റും. ബാക്ക് സ്റ്റെയർ കേസ് വഴി 4th ഫ്ലോർ പോവുകയും ആ 4th ഫ്ലോറിൽ നിന്ന് കോറിഡോർ വഴി പുള്ളിയുടെ റൂമിലെത്തുകയും ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പുള്ളിയുടെ ശൈലിയെല്ലാം മാറി. പുള്ളി പറഞ്ഞു, ജസ്റ്റ് പുള്ളി എന്നെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാൻ വലിയ സൗകര്യമുള്ള മുറിയൊന്നുമല്ല, ഇരിക്കും. കുറച്ച് കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് നേക്കഡായിട്ട് കാണണം നിൻ്റെ. അപ്പം ഞാൻ, ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ്. സാർ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ നീ നിന്റെ മിററിൽ എങ്ങനെയാണ് നിന്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിന്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലായി സാറ് മറ്റേതാണല്ലേ. ഓരോ കാലഘട്ടത്തിലും നമ്മളെ തുലയ്ക്കാൻ വേണ്ടി കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കി. ഹോമോസെക്ഷൽ ആണുങ്ങള്. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ നീ എന്നെ ട്യൂൺ ചെയ്തല്ലേ, എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നുണ്ട്, അതിൽ വേണ്ട തെണ്ടി. ഇതൊക്കൊന്നും വീട്ടിൽ അച്ഛനും അങ്ങനെ വരില്ലടാ തെണ്ടി. Yeah, I'm here to make you hurt. That's the only way I work.